നമസ്കാരം. തോറ്റവരാണ് പിന്നീട് ഇന്ത്യൻ ജനതയുടെ ഹൃദയം പലപ്പോഴും കവർന്നിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി മുതൽ ഒറ്റ MLA-യുമായി നിയമസഭയിലിരുന്ന് പിന്നീട് തമിഴകം വാണ കരുണാനിധി വരെ, 9കളുടെ നേതാവെന്ന ആക്ഷേപം കേട്ട കെ കരുണാകരൻ വരെ, തകർന്നുപോയ പാർട്ടിക്ക് ആന്ധ്രയിൽ ഭരണം തിരിച്ചു പിടിച്ചു കൊടുത്ത YSR വരെ, ഇല്ലാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന ഒടുവിൽ കർണാടക തിരിച്ചു പിടിച്ച TK ശിവകുമാർ, ഇവരടക്കം ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ അങ്ങനൊരുവനാണ് രാഹുൽ ഗാന്ധി. ജൂൺ 4-ന് എന്തും സംഭവിക്കാം. ഒരു നേരിയ അനക്കം കൊടുങ്കാറ്റായി രൂപം കൊള്ളുന്ന സിദ്ധാന്തമാണ് നാം ഈ വരുന്ന ജൂൺ 4-ന് അനുഭവിച്ചറിയാൻ പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിയെ പിന്നാലെ കൂടി വ്യക്തിഹത്യ ചെയ്യുകയും അവരുടെ മേൽ കേസുകൾ അടിച്ചേൽപ്പിക്കുകയും താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ജനങ്ങൾ ലക്ഷക്കണക്കിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഏൽപ്പിച്ച MP സ്ഥാനമാനങ്ങളടക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒരു സമൂഹം വിധി എഴുതുന്നത് അനുഭവിച്ചറിയാനാകും നമുക്ക്. തെക്കേ ഇന്ത്യയിൽ നിന്നും ചില ചെറുപ്പക്കാർ തുടങ്ങിവെച്ച പോരാട്ടം ഇന്ത്യയുടെ തന്നെ ഭാവി മാറ്റി മറിക്കുന്നതായിരുന്നു. ലേശം നന്മ ഇന്ത്യയിൽ അവശേഷിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. നമുക്കറിയാമല്ലോ രജനീകാന്തിനെ കുറിച്ച്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ജീവിതാവശ്യങ്ങൾക്കായിട്ട് സമരം ചെയ്ത ജനങ്ങൾക്ക് നേരെ ഭരണകൂടം വെടിവെച്ചപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റവരെ കാണുവാനായിട്ട് സ്റ്റൈൽമനൻ രജനീകാന്ത് തൂത്തുക്കുടിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആശുപത്രിയിൽ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് വരുന്നതിനിടയ്ക്ക് സന്തോഷ് എന്നൊരു 21 വയസ്സുകാരൻ ഈ കപാലിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു, നീങ്ക ഇത്ര നാൾ എവിടെയായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിയ ചിരി കൊണ്ട് മറുപടി നൽകിയെങ്കിലും രജനിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ചോദ്യങ്ങളായിരുന്നു ആ പയ്യൻ അന്ന് രജനീകാന്തിനോട് ചോദിച്ചത് എന്നുള്ളതാണ്. ഒരടിയിൽ 100 പേരെ വീഴ്ത്തുന്ന ഭാഷ, ആകാശത്തുകൂടി പോകുന്ന ബോംബുകൾ പറന്നു പിടിച്ച് തിരിച്ചറിയുന്ന മന്നാടി മന്നൻ, ഒരു വെടിയുണ്ട കൊണ്ട് 2-3 പേരെ വെടിവെച്ച് വീഴ്ത്തുന്ന വീരാളി മന്നൻ, ജപ്പാനിലും ചൈനയിലും യൂറോപ്പിലും അമേരിക്കയിലും ആരാധകരുള്ള മെഗാസ്റ്റാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തമിഴ്നാട് പിടിച്ചടക്കുവാൻ പുറപ്പെട്ട BJPക്കേറ്റ ഏറ്റവും ആദ്യത്തെ തിരിച്ചടിയാണ് തൂത്തുക്കുടിയിലെ സന്തോഷ് നൽകിയത് എന്നുള്ളതാണ് വസ്തുത, ചരിത്രം. രജനീകാന്തിനെ മുന്നിൽ നിർത്തി അണ്ണാമലയെ കൊണ്ട് തേര് തെളിയിക്കുവാൻ പ്ലാനുകൾ ചെയ്ത അമിത്ഷാ മോഡി ടീമിൻ്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞത് 21 വയസ്സുകാരനായ തെക്കേ ഇന്ത്യൻ ചെറുപ്പക്കാരൻ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ആ പയ്യൻ്റെ ഒരൊറ്റ ചോദ്യത്തിൽ സാക്ഷാൽ രജനീകാന്ത് തൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു. അല്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? തൻ്റെ ഭാര്യയുടെ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു അവിടെ. ഇല്ലാതിരുന്നുവെങ്കിലോ രജനീകാന്തും അണ്ണാമലയും ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിലെ 39 സീറ്റുകളിൽ 39-ഉം BJPക്ക് നേടിക്കൊടുക്കുമായിരുന്നു. ദ്രാവിഡ കക്ഷികളും കോൺഗ്രസും എന്നേക്കുമായി തമിഴ്നാട്ടിൽ നിന്നും തൂത്തെറിയുമായിരുന്നു. പക്ഷേ ആ ചരിത്രം ആവർത്തിക്കാതായി. അവിടെ അവസാനിക്കുകയായിരുന്നു സന്തോഷ് എന്ന ചെറുപ്പക്കാരിലൂടെ. ലോകത്ത് ഏറ്റവും അധികം ഇൻഫ്ലുവേഴ്സിനെ വളർത്തുന്നത് കേരളത്തിലെ യുവജനതയാണ് എന്ന് യൂട്യൂബും മെറ്റായുമൊക്കെ അടിവരയിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ജോലിയുള്ളവരും ജോലിയില്ലാത്തവരും ചുമ്മാ ഇരുന്നത് കൊണ്ട് കാണുന്ന ഓരോരോ റീൽസും ഓരോരോ യൂട്യൂബ് വീഡിയോയും ആയിരക്കണക്കിന് ഇൻഫ്ലുവൻസിനെയാണ് ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുപോലെ രാഷ്ട്രീയക്കാർക്കെതിരെ എറിയപ്പെടുന്ന ഓരോരോ ട്രോളുകൾ, ആ ട്രോളുകൾ ഏൽപ്പിക്കുന്ന മുറിവുകളും നിസ്സാരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഇരുന്നു കൊണ്ട് മലയാളത്തിൽ ചെയ്യുന്ന ട്രോളുകൾ ഉത്തരേന്ത്യയിലും ഏറ്റെടുക്കുന്നതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അതുപോലെ മലയാള സിനിമകൾക്കും ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അങ്ങേറ്റം മേലെ തട്ടിൽ നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. ധ്രുവറാത്തി എന്നു പേരുള്ള കേവലം 20 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ 2014 തുടങ്ങിവെച്ച മോദി വിരുദ്ധ വീഡിയോകൾ RSS ക്യാമ്പുകളിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ആദ്യം കേരളത്തിൽ നിന്നാണ് എന്ന് കരുതിയെങ്കിലും പിന്നീട് പാകിസ്ഥാൻ്റെയും ഒപ്പം തന്നെ ദാവൂദിൻ്റെയും ഒക്കെ പേരിൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി അതിന്. പക്ഷേ ഓരോരോ വർഷങ്ങൾ ചെല്ലുന്തോറും ധ്രുവറാത്തി വളർന്ന് പന്തലിക്കുന്നത് മനസ്സിലാക്കുവാൻ അമിത്ഷാ മോദി ബുദ്ധി കേന്ദ്രങ്ങൾക്കായില്ല എന്നത് അവരെ ഇപ്പോൾ നിരാശപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ധ്രുവറാത്തിയെ ഇത്രയും വളർത്തിയതിൽ മലയാളികൾക്കുള്ള പങ്ക് എന്ന് പറയപ്പെടുന്നത് നിസ്സാരമല്ല. ഏറ്റവും അധികം കാഴ്ചക്കാരെ സംഭാവന ചെയ്തത് കേരളത്തിലും ദുബായിലും അമേരിക്കയിലും കൂടാതെ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ലണ്ടനിലും ഒക്കെയുള്ള മലയാളി സമൂഹമാണ്, അല്ലെങ്കിൽ മലയാളികളാണ് എന്നുള്ളതിൽ ധ്രുവം ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട് എന്നതാണ്. തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ മത്സരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങിയ ഒരു നല്ല മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇന്ത്യയിലെ ഓരോ പൗരനും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാമെന്നിരിക്കെ വയനാടിനെ പാകിസ്ഥാനായി ചിത്രീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ വോട്ട് അടിച്ചു മാറ്റിയ അതേ നേതാവ് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ആക്കുവാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചത് എന്നുള്ളതാണ്. അതിനായിട്ട് ഏറ്റവും അധികം സംഭാവന നൽകിയത് എന്ന് പറയപ്പെടുന്ന മലയാളിയായിട്ടുള്ള BJP നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള റിപ്പബ്ലിക് ചാനലിൻ്റെ അർണബ് ഗോസ്വാമി എന്ന ഒരു ആളുമായിരുന്നു, ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. തെക്കേ ഇന്ത്യക്കാരെ ഒന്നടങ്കം വടക്കേ ഇന്ത്യയിൽ കീറിമുറിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കി വിടുകയും ഇന്ത്യയിൽ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുകയും അങ്ങനെ ചെയ്തു പോന്നിരുന്ന അമിത്ഷാ മോഡി ടീമിൻ്റെ പപ്പ് വിളികൾക്കുള്ള തിരിച്ചടിയാണ് ഭാരത് ജോഡോ യാത്രകളിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ യുവാക്കളുടെയും ഒപ്പം യുവതികളുടെയും കണ്ണിലുണ്ണിയായി മാറുവാൻ ഇടയാക്കിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. തെക്കേ ഇന്ത്യക്കാരെ ഒന്നടങ്കം ഒന്നിനും കൊള്ളാത്തവരായി മാത്രം കണ്ടിരുന്ന വടക്കേ ഇന്ത്യൻ ലോബി തീവ്രവാദം വരെ അടിച്ചേൽപ്പിക്കുവാൻ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് കൂടി വസ്തുതയായി മുൻപിൽ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി എന്ന ആ മനുഷ്യൻ തെക്കേ ഇന്ത്യയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നേരിടുന്ന ഈ മഹായുദ്ധത്തിന് കാരണമായത് അദ്ദേഹത്തിനേറ്റ പീഡനങ്ങളും വ്യക്തിഹത്യയും അവഗണനകളും തിക്താനുഭവങ്ങളുമാണ് എന്ന് പറയേണ്ടി വരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം പ്രഖ്യാപിച്ചിട്ടുള്ള BJPക്ക് മുന്നിൽ 1 സീറ്റ് കൂടുതൽ നേടിയാലും അത് വലിയ അംഗീകാരം തന്നെയാണ് എന്ന് ആശ്വസിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. കേവലം 9 MLAമാരുമായി നിയമസഭയിലെത്തിയ കരുണാകരനെ നിങ്ങൾക്കറിയാമോ? കരുണാകരനെ 9കളുടെ നേതാവ് എന്ന് കളിയാക്കിയ സഖാവ് EMSന് മുന്നിലേക്ക് 111 MLAമാരെയും 20 MP മാരെയും ജയിപ്പിച്ചു കാണിച്ച കണ്ണോത്ത് കരുണാകരൻ എന്ന കരുണാകരൻ, ഇല്ലാത്ത കുറ്റങ്ങൾക്കായി ഒട്ടേറെ നാളുകൾ ജയിലിലടയ്ക്കപ്പെട്ടയാൾ, തിരിച്ചു വന്നുകൊണ്ടൊരു സംസ്ഥാനം തന്നെ തിരിച്ചു പിടിച്ച ദൊഡ്ഡലഹളി കൊമ്പഗൗഡ ശിവകുമാർ, കേവലം ഒരു MLAയുമായി നിയമസഭയിലെത്തുകയും പിന്നീട് ADMKക്ക് 1 MLA മാത്രം നൽകുകയും ചെയ്ത മുത്തുവേൽ കരുണാനിധി, തകർന്നുപോയ കോൺഗ്രസ് പാർട്ടിയെ തിരിച്ചു പിടിച്ച ആന്ധ്രയുടെ യദുഗുരി സന്ദിഗിരി രാജശേഖർ റെഡ്ഡി എന്നിവരുടെയൊക്കെ അനുയായികളായ തെക്കേ ഇന്ത്യക്കാർ ഇന്നിപ്പോൾ ഇന്ത്യയുടെ രക്ഷകരായി വരുന്നത് ഇന്ത്യയിലെ നന്മയുള്ള ജനതയ്ക്ക് ആശ്വാസം നൽകുന്നവയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ തെക്കേ ഇന്ത്യയുടെ കാരുണ്യത്തിൽ 3 ചെറുപ്പക്കാരാണ് നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കുവാൻ മുൻകൈയെടുത്തത് എന്നതിൽ അഭിമാനിക്കാം. അവർക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ തോറ്റവരൊക്കെ വിജയിച്ച ചരിത്രമുള്ള മണ്ണാണ് ഇന്ത്യയുടേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഇന്ദിരയാണെങ്കിലും കരുണാകരനാണെങ്കിലും കരുണാനിധിയാണെങ്കിലും DK ശിവകുമാറാണെങ്കിലും എല്ലാവരും പരാജയപ്പെട്ടവരാണ്. തോറ്റവർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. തോൽപ്പിച്ചവർ പരാജയപ്പെട്ട ചരിത്രവും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2024 തിരഞ്ഞെടുപ്പും ചില തോറ്റവർക്കുള്ള തിരിച്ചുവരവിൻ്റെ പാതയാണ് സൂചിപ്പിക്കുന്നത്. തിരിച്ചു വരുവാൻ രാഹുൽ ഗാന്ധിയും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്.